ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആവിയിൽ വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മളിത് പുട്ടുപൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കറിയൊന്നുമില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ 1 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ 250 ml കപ്പില്ല എങ്കിൽ ഗ്ലാസ്സിലെടുത്താലും മതി. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ ബാക്കി ചേരുവകളെല്ലാം എടുത്താൽ മതി. നമ്മളിത് പുട്ടിനെ നനയ്ക്കുന്ന പോലെയാണ് നനച്ചെടുക്കുന്നതെങ്കിലും കുറച്ചധികം വെള്ളം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിവിടെ ഇപ്പം 1/4 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള പാകത്തിൽ വേണം ഇത് കുഴയ്ക്കാനായിട്ട്. ഞാനിവിടെ കുഴച്ച് കഴിയുമ്പോൾ അത് കാണിക്കാം ഏത് പാകത്തിലായിരിക്കും എന്നുള്ളത്. നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ അറിയുള്ളൂ എത്രമാത്രം വെള്ളം നമ്മൾക്ക് വേണ്ടി വരും എന്നുള്ളത്. ചില പുട്ടുപൊടിക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും, ചില പുട്ടുപൊടിക്ക് കുറച്ച് വെള്ളം മതിയായിരിക്കും. ഇപ്പോൾ ഇതായതോടെ ഏതാണ്ടൊക്കെ കുഴച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം എനിക്ക് ബാക്കിയുണ്ട്, അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴാണ് ഇത് കറക്റ്റായത്. ഇത്രയും വെള്ളം നമ്മൾക്ക് വേണ്ടി വരും. ഇപ്പോൾ ഇത് കാണുമ്പോൾ വെള്ളം കൂടിയ പോലെ ആയിരിക്കും തോന്നുന്നത്, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം കറക്റ്റായിരിക്കും. ഈ പാകത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കുറച്ചധികം വെള്ളം ഇതിനകത്തുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. പൊടിയെല്ലാം കൂടെ നടുഭാഗത്തേക്ക് ഇതേപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും വെള്ളമെല്ലാം കറക്റ്റ് പാകമായിട്ട് വന്നു കാണും. ഈ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ചക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കാം. ഞാനിവിടെ കുറച്ചധികം ചക്ക എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞതിന് ശേഷം 2 കപ്പ് വേണം, ചെറുതാക്കിയിട്ട് വേണം അരിയാനായിട്ട്. അതിനുശേഷം ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അവിടെ പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് പാകമായിട്ട് വന്ന് കാണും. ഇപ്പോൾ ഇതിവിടെ കാണുമ്പോൾ മനസ്സിലായി കാണും നല്ല കറക്റ്റ് പാകമായിട്ടാണ് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഇത് സാധാരണ പുട്ട് മിക്സാക്കി എടുക്കുന്ന രീതിയിൽ തന്നെ മിക്സാക്കുക. കട്ടകളൊന്നും തീരെ ഇല്ലാത്ത രീതിയിൽ തന്നെ മിക്സാക്കുക. നല്ല പോലെ ഇത് മിക്സാക്കി കിട്ടും. കാരണം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഇത് മിക്സാക്കി കിട്ടും. ഇപ്പോൾ ഇവിടെ എല്ലാം മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ചക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് ചക്ക അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ കപ്പില്ലെങ്കിൽ ഗ്ലാസ് എടുത്താലും മതി. അതേ ഗ്ലാസ്സിൽ തന്നെ ബാക്കി ചേരുവകളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ചക്കയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചിരവിയതും കൂടെ വേണം. തേങ്ങ ചിരവിയത് എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. തേങ്ങ ചിരവിയതും 2 കപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. തേങ്ങ ചിരവിയത് കുറച്ചധികം ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 3 കപ്പ് വരെയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനകത്തേക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഞാനിത് ചിരട്ടയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കുക. ചിരട്ട ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കാം. ചിരട്ടയെല്ലാം നല്ലപോലെ കഴുകിയെടുത്തതാണ്. കുറച്ചധികം ചിരട്ട തയ്യാറാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ നിറച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പോടെ തയ്യാറായിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് കുറച്ചും കൂടെ തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി വരുന്ന അപ്പച്ചെമ്പിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പം ഇവിടെ ഇതേപോലത്തെ ഇഡ്ലിത്തട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനകത്തേക്കാണ് ചിരട്ട ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചിരട്ട കറക്റ്റായിട്ട് ഇരുന്നോളും. 3 എണ്ണമാണ് ഒരു ട്രിപ്പിൽ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ 3 എണ്ണം പിന്നെ മുകളിൽ 3 എണ്ണം അങ്ങനെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ പലഹാരം ഇവിടെ തയ്യാറായി കാണും. ആ സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് തയ്യാറാക്കാം. ഇപ്പോൾ ഇതിവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത ട്രിപ്പ് കറക്റ്റ് പാകമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾക്ക് വെച്ച് കൊടുക്കാം. ആദ്യം വേവിച്ച അതേപോലെ തന്നെ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇത് ചിരട്ടയിൽ വേവിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു പ്ലേറ്റിൽ പരത്തിയിട്ട് കൊടുത്താലും മതി. അപ്പോൾ കുറേ ഒരുമിച്ച് നമുക്ക് പരത്തിയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെയും ഇത് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ആദ്യം വേവിച്ച ട്രിപ്പിൽ നിന്ന് ഒരെണ്ണം എടുത്തൊന്ന് നമുക്ക് നോക്കാം. ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. തീരെ പൊട്ടി പോകത്തൊന്നുമില്ല. ചിരട്ട ചെറുതായിട്ടൊന്നും ചിരിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. തീരെ പൊട്ടി പോകത്തൊന്നുമില്ല. ഇനി ഇത് നമുക്ക് കാസറോൾ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇത് ചൂടായിട്ട് തന്നെ ഇരുന്നോളും. ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ചെറിയ ചൂടിൽ തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ചക്കയുടെയും തേങ്ങയുടെയൊക്കെ നല്ല മധുരം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത്. ഇനി പഞ്ചസാര വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പുട്ടിൻ്റെയൊക്കെ ഏകദേശം ഒരു രൂപമാണ്, എന്നാലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്